ഓം അമൃതേശ്വരിയെ നമഃ. കേരളം ലോകത്തിന് സംഭാവന ചെയ്ത മഹാപുരുഷന്മാരിൽ ഒരാളാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. നാരായണ ഭട്ടതിരിയെ നമ്മൾ സ്മരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് സുപ്രസിദ്ധ സ്തോത്രകാവ്യമായ നാരായണീയത്തിൻ്റെ കർത്താവ്, രചയിതാവ് എന്നുള്ള നിലയ്ക്കാണ്. അദ്ദേഹത്തെ പ്രണമിക്കുന്ന ഒരു സംസ്കൃത ശ്ലോകമുണ്ട്. നാരായണീയം രചിച്ചു എന്ന ആ മഹത് കൃത്യത്തിന് അദ്ദേഹത്തോട് കൃതജ്ഞത പ്രഖ്യാപിച്ചുകൊണ്ടുള്ളൊരു ശ്ലോകമാണ്. മോക്ഷാബ്ധി സാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വ മായാമയോഘ പരിതപ്തജനായ യോദാത് നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ എന്നാണ് ആ ശ്ലോകം. നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. നാരായണ എന്നു പേരായ ആ ഭട്ടപാദർക്ക്, ആ ബ്രാഹ്മണ ശ്രേഷ്ഠന് നമസ്കാരം. എന്താണ് അദ്ദേഹം ചെയ്ത സംഭാവന? ഈ ശ്ലോകമനുസരിച്ച് ഭാഗവതത്തെ ചുരുക്കി നമുക്ക് നൽകി. ഈ ശ്ലോകത്തിൽ അത് വളരെ കാവ്യാത്മകമായിട്ടാണ് വർണ്ണിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ, മോക്ഷാബ്ധി സാരമയ ഭാഗവതാഖ്യ ദധ്നോ. ശ്രീമദ് ഭാഗവതം നമുക്കറിയാവുന്ന ഗ്രന്ഥമാണ്. ലോകം മുഴുവനും കൃഷ്ണഭക്തന്മാർ, വിഷ്ണുഭക്തന്മാർ നെഞ്ചേറ്റി പരിലാളിക്കുന്ന ഗ്രന്ഥമാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ കഥ, ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാര കഥ, ഭക്തിയുടെ ചരിത്രം, ഇതെല്ലാമാണ് അതിലെ വിഷയം. അത് മോക്ഷാബ്ധി സാരമയമാണ്. അത് മോക്ഷത്തിൻ്റെ ഒരു കടലാണത്. മോക്ഷത്തിന് പല മാർഗങ്ങളുമുണ്ട്. നമുക്കറിയാം, വേദാന്തം, യോഗം, കർമ്മം, ഭക്തി, ഇങ്ങനെ പല മാർഗങ്ങളുള്ളതിൽ ഭാഗവതം അതിൻ്റെ സാരമാണ്. എല്ലാ മോക്ഷമാർഗങ്ങളുടെയും സാരസംഗ്രഹം നമുക്ക് ഭാഗവതത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് മോക്ഷാബ്ധി സാരമയ ഭാഗവതം എന്നാണ് പറയുന്നത്. അതിനെ ഒരു തൈര് കൊണ്ടുണ്ടാക്കിയ കടലാണെന്ന് വിചാരിക്കുക, ദധിസാഗരം. അങ്ങനെയുള്ള ആ തൈര് കടഞ്ഞ് അതിൽ നിന്ന് വെണ്ണ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ആ ഭാഗവതത്തിൻ്റെ സാരാംശം മുഴുവനും എങ്ങനെ തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുമ്പോൾ തൈരിൻ്റെ സാരാംശം നമുക്ക് കിട്ടുമോ, അങ്ങനെ നമുക്ക് പ്രദാനം ചെയ്ത വ്യക്തിയാണ് നാരായണ ഭട്ടതിരി. എങ്ങനെ? ആ ഭാഗവതത്തിനെ കടഞ്ഞെടുത്ത വെണ്ണയാകുന്ന നാരായണീയം നമുക്ക് നൽകി. മോക്ഷാബ്ധി സാരമയ ഭാഗവതാഖ്യദധ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വ. ആ നാരായണീയം ആകുന്ന വെണ്ണ കടഞ്ഞെടുത്തിട്ട് മായാമയൗഘ പരിതപ്തജനായ യോദാത്. മായാമയം ആയ ദുഃഖങ്ങൾ കൊണ്ട് പരിതപ്തരായ ജനങ്ങൾക്ക്, സന്തപ്തരായ ജനങ്ങൾക്ക് ആ വെണ്ണ പ്രദാനം ചെയ്തു. മായാമയൗഘ പരിതപ്തജനായ യോദാൻ നാരായണ അവനിസുരായ നമോസ്തു തസ്മൈ. അങ്ങനെയുള്ള നാരായണ ഭട്ടപാദർക്ക് നമസ്കാരം എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം, നാരായണ ഭട്ടതിരിയുടെ ഏറ്റവും വലിയ സംഭാവന നാരായണീയം നമുക്ക് നൽകിയെന്നുള്ളതാണ്. നമുക്ക് ഭാഗവതം 18,000 ശ്ലോകങ്ങളാണ്. അത് മുഴുവനും വായിച്ച് ആസ്വദിക്കാനും അതിനെ പാരായണം അനുഷ്ഠിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ സാരം ഇതാ ഞാൻ നാരായണീയമായി നിങ്ങൾക്ക് നൽകുന്നു. 1034 ശ്ലോകങ്ങളുള്ള ഈ നാരായണീയം അത് പാരായണം ചെയ്ത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയാൽ ശ്രീമദ് ഭാഗവതം, മോക്ഷത്തിൻ്റെ സാരാംശമായ ഭാഗവതം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതാണ് നാരായണ ഭട്ടതിരി നമുക്ക് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന. പണ്ട് കേരളത്തിൻ്റെ മാത്രമെന്ന് പലരും വിശ്വസിച്ചിരുന്ന നാരായണീയം ഇന്ന് ലോകത്തിൻ്റെ മുഴുവനുമായി. ഗുരുവായൂരപ്പനെയാണ് അതിൽ അഭിസംബോധന ചെയ്യുന്നത്. നമുക്ക് കഥയറിയാം, നാരായണ ഭട്ടതിരി വാതരോഗപീഡിതനായി ആ വാതരോഗ ശമനത്തിന് ഗുരുവായൂർ വന്ന് ഭഗവാനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്തോത്രമായിട്ട്, സ്തുതിയായിട്ട്, കീർത്തനമായിട്ട് നാരായണീയം എഴുതുകയാണ് ചെയ്തത്. അതിൻ്റെ ഇതിവൃത്തം ഭാഗവതത്തിൻ്റെ ഇതിവൃത്തം തന്നെ. അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റേതായൊരു സ്വകാര്യ സ്വത്തെന്ന് നമ്മൾ കരുതിയിരുന്ന നാരായണീയം അതിൻ്റെ മഹത്വം കൊണ്ട് അതിരുകൾ ലംഘിച്ച്, കേരളത്തിൻ്റെ ഈ അതിർത്തികൾ ലംഘിച്ച് ഭാരതം മുഴുവനും ഇന്ന് അംഗീകരിക്കപ്പെട്ടു. ലോകം മുഴുവൻ ഇപ്പോൾ അംഗീകരിക്കപ്പെടുകയാണ്. അതിൻ്റെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ മുഖ്യമായും ഭക്തി തന്നെ, യാതൊരു സംശയവുമില്ല. ഭാഗവതത്തെ പോലെ ഭക്തിപ്രധാനം തന്നെയാണ് നാരായണീയം. പക്ഷേ അതിനു പുറമേ ഒരു കാവ്യത്തിൻ്റേതായ സവിശേഷതകളും നമുക്ക് നാരായണീയത്തിൽ കാണാം. കാവ്യത്തിൽ നമുക്കറിയാം നവരസങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ പല പല വൃത്തങ്ങൾ ഉപയോഗിക്കുന്ന നമുക്ക് കാണാൻ, സാഹിത്യത്തിലൊക്കെ കാണാം. കവിതകളിൽ അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം. നാടകീയമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്നത് കാണാം.
ഇതെല്ലാം നമുക്ക് നാരായണീയത്തിലും കാണാൻ സാധിക്കും. ഇപ്പോൾ നരസിംഹാവതാരം വരുന്ന സമയത്ത് ആ ഭാഷയൊക്കെ വളരെ ജടിലമായൊരു ഭാഷ, നമ്മളെല്ലാം ഒരു ഭീകരമായ സംഭവം അവിടെ നടക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്ന ഭാഷ. അതുപോലെ കാളിയൻ്റെ മുകളിലേറി കൃഷ്ണൻ നൃത്തം ചെയ്യുമ്പോൾ ഒരു നൃത്തത്തിൻ്റേതായ താളത്തോടു കൂടിയ ഒരു ഭാഷ, പദ്യശൈലി. അതുപോലെ രാസക്രീഡ കൃഷ്ണൻ ഗോപികമാരുമായി ആടുമ്പോൾ ഒരു ലാസ്യ നൃത്തത്തിൻ്റേതായ ശൈലി. ഇങ്ങനെ ഭാഷയുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ട് കാവ്യസുന്ദരമായ രീതിയിൽ നാരായണീയം ഭാഗവത കഥകളെ, ഭാഗവത തത്വങ്ങളെ അവതരിപ്പിക്കുന്നു. പിന്നെ ഈ ഭട്ടതിരി, നാരായണ ഭട്ടതിരി മഹാപണ്ഡിതനായിരുന്നു. വ്യാകരണത്തിലെ മറുകര കണ്ട സംസ്കൃത വ്യാകരണത്തിൻ്റെ പാരംഗതനായ ഒരു പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് നാരായണീയത്തിൽ സംസ്കൃത ഭാഷയുടെ ആ പ്രയോഗ ശൈലിയിലുള്ള വൈവിധ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും, സൗന്ദര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, ചമത്കാരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സർവഗുണസമ്പന്നമായ ഒരു കൃതിയാണ് നാരായണീയം. അത് സ്തോത്രമാണ്, കാവ്യമാണ്, അതേപോലെ തന്നെ ഭാഗവത സംഗ്രഹവുമാണ്. ഇതുമാത്രമല്ല നാരായണ ഭട്ടതിരി നമുക്ക് നൽകിയത്. അദ്ദേഹം അനേകം രചനകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം 70-ാം വയസ്സിൽ, ഇത് 27-ാം വയസ്സിലാണ് നാരായണീയം എഴുതുന്നത്. അദ്ദേഹം 70 വയസ്സായപ്പോൾ മലബാറിലുള്ള മുക്കോല ക്ഷേത്രത്തിൽ അവിടുത്തെ ദേവിയെ ഉപാസിച്ചുകൊണ്ട് ശ്രീപാദ സപ്തതി എന്നു പേരായ 70 ശ്ലോകങ്ങളുള്ള ഒരു സുന്ദരമായ രചന ദേവീപരമായി രചിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം വ്യാകരണ നിയമങ്ങൾ മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഒരു കാവ്യം രചിച്ചു, ധാതു കാവ്യം എന്ന പേരിൽ. അത് ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് പോകുന്ന സമയം മുതലുള്ള കഥകളാണ് അതിൽ വർണ്ണിക്കുന്നത്. അതിൽ ആ കഥ ശ്രീകൃഷ്ണചരിതം തന്നെയാണെങ്കിലും വ്യാകരണം പഠിപ്പിക്കാൻ വേണ്ടി രചിച്ച ഒരു കൃതിയാണ്. പിന്നെ അദ്ദേഹം പ്രക്രിയാ സർവസ്വം എന്നു പേരായ മഹത്തായ ഒരു വ്യാകരണ ഗ്രന്ഥം തന്നെ എഴുതി. സംസ്കൃത വ്യാകരണം പഠിക്കുവാൻ കേരളത്തിൽ പലരും ആശ്രയിച്ചിരുന്ന വലിയൊരു പ്രൗഢഗംഭീരമായ ഗ്രന്ഥമാണ് പ്രക്രിയാ സർവസ്വം. പാണിനിയുടെ വ്യാകരണം, സംസ്കൃത വ്യാകരണമെല്ലാം വളരെ വിദ്യാർത്ഥികൾക്കൊക്കെ പിന്തുടരാനും മനസ്സിലാക്കാനും അതനുസരിച്ച് സംസ്കൃത ഭാഷ കൈകാര്യം ചെയ്യാനുമൊക്കെ സൗകര്യമുണ്ടാക്കുന്ന ഒരു ബൃഹത് രചന പ്രക്രിയാ സർവസ്വം അദ്ദേഹം രചിച്ചു. പിന്നെ വേദത്തെക്കുറിച്ച്, വേദത്തിലെ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നിരനാസികം ചമ്പു, അപാണിനീയ പ്രാമാണ്യ സാധനം എന്നെല്ലാം പേരായ അനേകം കൃതികൾ സംസ്കൃത ഭാഷയിൽ നാരായണ ഭട്ടതിരി രചിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി എപ്പോഴും ലോകപ്രശസ്തി, പോപ്പുലാരിറ്റി എന്ന് പറയുന്ന ആ ജനപ്രീതി എപ്പോഴും നാരായണീയ രചനയിലൂടെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെയെല്ലാം മനുഷ്യ മനസ്സിന് ഉത്കർഷം നേടിക്കൊടുക്കുവാൻ തൻ്റെ പാണ്ഡിത്യത്തെയും തൻ്റെ ഭക്തിയെയും തൻ്റെ കവിത്വത്തെയും സമഞ്ജസിപ്പിച്ചുകൊണ്ട് നാരായണ ഭട്ടതിരി പ്രദാനം ചെയ്ത അനേകങ്ങളായ രചനകൾ ലോകത്തിന് മുഴുവൻ ഉപകാരപ്രദമായി തീർന്നു. നമ്മുടെ ഈ കൈരളി ലോകത്തിന് സംഭാവന ചെയ്ത, ഈ മലയാള നാട് ലോകത്തിന് സംഭാവന ചെയ്ത മഹാപ്രതിഭയായിരുന്നു നാരായണ ഭട്ടതിരി. അദ്ദേഹത്തിൻ്റെ സ്മരണയും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നിന്നുള്ള ഊർജം നേടി മുന്നോട്ട് പോകലുമെല്ലാം നമ്മെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തുംഗ സോപാനങ്ങളിലേക്ക് നയിക്കും. അതിനെല്ലാം അദ്ദേഹത്തിൻ്റെ ആ കാലടികളെ പിന്തുടരുവാൻ നമുക്ക് ശ്രമിക്കാം. ഓം അമൃതേശ്വരി നമഃ.